ഞാൻ ലൈവിൽ വന്നതൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഞാൻ വെള്ളപ്പൊക്കമായിട്ട് ബന്ധപ്പെട്ടിട്ട പോസ്റ്റ് ഒരുപാട് പേര് വായിച്ചിരുന്നു. ഞാൻ ഇതുപോലെ വെള്ളം കയറിയത് കൊണ്ട് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് മാറുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിട്ട പോസ്റ്റ് ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ താമസിക്കുന്നത് വെണ്ണല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കഴിഞ്ഞ 2 പ്രളയത്തിലും വെള്ളം കയറാത്ത ഒരു പ്രദേശമാണ്. അതായത് 2018 പ്രളയത്തില് അവിടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ വരെ സ്റ്റോർ ചെയ്തത് നമ്മൾ താമസിച്ച ഫ്ളാറ്റിലാണ്, ഇപ്പൊ താമസിക്കുന്ന ഫ്ളാറ്റിലാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പൊ അത്രയും ഭീകരമായിട്ടൊരു പ്രളയം വന്നപ്പോ പോലും വെള്ളം കയറാത്ത ഒരിടത്താണ് 2 സൈഡിലെ കനാലുകളും ചുറ്റുമുള്ള ചതുപ്പ് നിലങ്ങളും ഒക്കെ നിറഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോർ പകുതിയോളം മുങ്ങുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് സെലിബ്രിറ്റീസ് അടക്കം ഒരു 7 ടവറൊക്കെ ഉള്ള വലിയ ഫ്ളാറ്റ് ആണത്. റോഡിൽ നിന്ന് കുറച്ച് താഴേക്കാണ്. ഈ വെള്ളക്കെട്ട് കളമശ്ശേരി ഏരിയ അല്ലെങ്കിൽ എടപ്പള്ളി ഏരിയ, വെണ്ണല ഏരിയ, തുതിയൂർ ഏരിയ ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ മേയർ പറഞ്ഞൊരു സംഗതി ഇന്നലെ അദ്ദേഹത്തിന്റെ ലൈവിലും പറഞ്ഞിരുന്നു. ഇന്ന് ന്യൂസ് ചാനലുകളോടും അദ്ദേഹം പ്രതികരിച്ച ഒരു സംഗതി എന്താന്ന് വെച്ചാൽ, ഇത് കൊച്ചി കോർപ്പറേഷൻ ഏരിയന്റെ ഉള്ളിലല്ല ഈ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. MG റോഡും കലൂരും ഒക്കെ വെള്ളക്കെട്ടുണ്ട്, അത് വേറെ, അതും കൊച്ചിയിലല്ല കേട്ടോ, അതും കൊച്ചിയിലല്ല. ഇപ്പൊ ഈ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് മുഴുവനും മേയറുടെ പരിധിയിലുള്ള സ്ഥലങ്ങളിലല്ല. മേയറുടെ കുഴപ്പമല്ല, ബാക്കി ഈ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ പ്രശ്നമാണ്, അതാണ് ഇതാണ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഫ്ളാറ്റില് സത്യം പറഞ്ഞാൽ അത്രയും വലിയ വെള്ളക്കെട്ട് ഉണ്ടാവാൻ കാരണം വേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, നമ്മൾ ഫ്ളാറ്റിലുള്ള ആൾക്കാർ കറക്റ്റ് ആയിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാവുന്നതാണ്. ഫ്ളാറ്റില് കറക്റ്റ് ആയിട്ടാണ് അവർ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അവർ സർക്കാരിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ പരിപാടിയല്ല അവർ ചെയ്യുന്നത്. അവർ കറക്റ്റ് ആയിട്ട് ബയോ വേസ്റ്റ് അവരൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് അവിടെ നിക്ഷേപിക്കുകയും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവർ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. സർക്കാരിനെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല എന്നത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട്. ബ്രഹ്മപുരം കത്തിയ സമയത്ത് ഒരുപാട് മാസങ്ങള് വേസ്റ്റ് എടുക്കുന്ന പരിപാടിയേ ഇവിടെ ഇല്ലായിരുന്നു ഒരിടത്തും. നിങ്ങൾക്കറിയാം, ഒരു 6-7 വർഷം മുമ്പ് കൊച്ചി കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, എടപ്പള്ളി ലുലുമാളിന്റെ അവിടുന്ന് കളമശ്ശേരി അങ്ങോട്ട് പോകുന്ന സമയത്തെല്ലാം ലെഫ്റ്റിലും റൈറ്റിലും ഇങ്ങനെ മല പോലെയാണ് വേസ്റ്റ് കൂട്ടിയിട്ടിരുന്നത്. അതിനുശേഷമാണ് ബ്രഹ്മപുരം ഒക്കെ വന്ന് ഇവര് ശരിയാക്കി ഇവരിതൊക്കെ എടുത്തിട്ട് പോയിട്ട് കറക്റ്റ് ആയിട്ട് ഇവര് മാനേജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞത്. ബ്രഹ്മപുരം കത്തിയ സമയത്ത് ആ പ്രശ്നത്തിന്റെ പേരും പറഞ്ഞ് ഒരുപാട് നാളുകള്, മാസങ്ങളോളം ഇവിടെ വേസ്റ്റ് എടുക്കുന്ന ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. ഈ ബ്രഹ്മപുരം കൈകാര്യം ചെയ്യുന്നത് മേയർ അല്ല എന്ന് മേയറിന് പറയാൻ പറ്റുമോ? അത് കത്തിയതാണോ കത്തിച്ചാണോ എന്നൊക്കെ ഞങ്ങൾക്കറിയാം. അത് കത്തിയപ്പോ പോലും ഇയാൾ ചിരിച്ചോണ്ട് നിൽക്കുവായിരുന്നു പറയാം. ശരിയാ, ആ ചിരി ഞങ്ങൾ കുറെ നാളുകളായിട്ട് കാണുന്നതാണ്. കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോഴത്തേക്ക് ചിരിക്കാനല്ലേ പറ്റുള്ളൂ. ആ വേസ്റ്റുകളൊക്കെ ആൾക്കാരെ എവിടെ കൊണ്ടിട്ടെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ വീടുകളിൽ ഇരിക്കുന്ന ആളുകൾ, ഫ്ളാറ്റിലുള്ള ആൾക്കാർക്ക് അറിയാം നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് എന്തെങ്കിലും ചെയ്തോളും. വീടുകളിലുള്ള ആൾക്കാർ ഈ അവരുടെ വേസ്റ്റ് എന്ത് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്? ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് വരെ എല്ലാ ജംഗ്ഷനിലും കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടി ഉണ്ടായിരുന്നു, ഒരു പച്ച പെയിന്റ് അടിച്ചത്. എല്ലാവർക്കും പണ്ട് കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഇപ്പൊ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. നമ്മൾ എവിടെ കൊണ്ട് വേസ്റ്റ് ഡംപ് ചെയ്യണം എന്നാണ് ഇവര് പറയുന്നത്? ഈ കൊച്ചിയില് 1 സെന്റിലും 3/4 സെന്റിലും വീട് വെച്ച് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഈ പറയുന്നത് പോലെ ബയോ വേസ്റ്റ് പോലും കുഴിച്ചിടാനായിട്ട് ഒരു മണ്ണില്ല. ചവിട്ടി നടക്കാൻ മണ്ണില്ലാത്ത ആൾക്കാർ എവിടെ വേസ്റ്റ് കുഴിച്ചിടണമെന്നാ പറയുന്നത്? പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇത്രയധികം കൊടുക്കുന്നു. പ്ലാസ്റ്റിക് നിരോധിച്ചു എന്ന് ഈ ഗവൺമെന്റ് പറയുന്നുണ്ടല്ലോ. ഒരു മുളക് പൊടി വാങ്ങിക്കണമെങ്കിൽ അത് പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റില്, ഒരു മഞ്ഞപ്പൊടി വാങ്ങിക്കണമെങ്കിൽ അത് പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റില്, പാല് വാങ്ങിച്ചാൽ അത് പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റില്. നമ്മളൊരു 50 പൈസയുടെ കവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈനാണ്. എന്തുകൊണ്ട് ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റിലിട്ട് പ്രോസസ് ചെയ്ത് ആൾക്കാരുടെ കയ്യിൽ എത്തിക്കുന്ന കമ്പനികൾക്കെതിരെ ഫൈൻ ഈടാക്കുന്നില്ല? എന്തുകൊണ്ട് ഇപ്പൊ പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് നിരോധിക്കുന്നില്ല? ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു പാല് വാങ്ങിച്ച് ഞാൻ പാല് തിളപ്പിച്ചിട്ട് ആ പാക്കറ്റ് കോർപ്പറേഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ തിന്നണോ? എന്ത് വേണം? കുട്ടികളുള്ള വീട്ടിൽ സ്നഗ്ഗി ഉണ്ട്. ഈ സാധനം മണ്ണിലിട്ടാൽ പോലും ഒരു രീതിയിലും നശിച്ചു പോകാത്ത സാധനമാണ്. എന്റെ അമ്മ വയ്യാതെ കിടന്ന സമയത്ത് ഞാൻ അഡൾട്ടിനുള്ള സ്നഗ്ഗി യൂസ് ചെയ്ത ആളാണ്, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. എന്ത് ചെയ്യുമെന്നായിരുന്നു അത്? എന്ത് ചെയ്യാൻ പറ്റും? എവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യും? അത് കത്തിക്കാൻ പറ്റുമോ? ഞങ്ങളൊക്കെ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്, ശ്വാസമുട്ടലുള്ളവരുണ്ട്, ഇപ്പൊ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ഇന്ന് ജനിച്ച കുട്ടികളുണ്ട്. അവിടെ ഇട്ട് ഈ പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമായിരിക്കും? എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ അയാൾ പറഞ്ഞിരിക്കുന്നത് കാനയിൽ ഞങ്ങളൊക്കെ മനഃപൂർവ്വം കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ ഡംപ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായതെന്നാണ്. ആ മേയറിനെ പഴി പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയാ മനഃപൂർവ്വം കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്താണ്. എങ്ങനെ പറയാൻ തോന്നുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ വേസ്റ്റ് ക്ലിയർ ആയിട്ട് എടുത്തിട്ടില്ല. ബ്രഹ്മപുരം പ്ലാന്റ് കത്തിയതിന്റെ പേരിൽ അത് കെടുത്താണെന്ന് പറഞ്ഞ്
മാത്രമായ പൈസയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ അവിടുത്തെ കാര്യം ശരിയാക്കിയിട്ടുണ്ടോ? അവിടെ ബയോ വേസ്റ്റ് പ്രോസസ് ചെയ്ത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 മെഷീൻ കേടാണ്. അത് ചെയ്യാറില്ല. ഈ ഇട്ടിരിക്കുന്ന വേസ്റ്റിന്റെ മേളിൽ കൊണ്ട് പിന്നെയും ഡംപ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇങ്ങനെ നശിപ്പിച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ കൊച്ചിക്കാരടക്കം പുറത്തുനിന്ന് വന്ന് ഇവിടെ പഠിക്കുകയും അതുപോലെ ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോ ദിവസം വരുന്ന വേസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്യണം? കോർപ്പറേഷൻ ഇത് എടുക്കാൻ തയ്യാറല്ല. ഡംപ് ചെയ്യാൻ ഒരു പ്ലേസ് ഇല്ല. ഇവിടെ ആളുകളായിട്ട് കണ്ടുപിടിച്ച ഒരു പ്ലേസിലാണ് ഈ ബ്രഹ്മപുരം പ്രശ്നം വന്ന സമയത്ത് അവര് കൊണ്ട് ഡംപ് ചെയ്തത്. അങ്ങനെയാണ് അവിടെ ഇവിടെ വേസ്റ്റ് കൂട്ടിയിട്ട മലകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുന്ന് നിങ്ങളിപ്പോ ക്ലിയർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എവിടെ ക്ലിയർ ചെയ്തു? എന്താ ചെയ്ത്? ഈ നിങ്ങൾ കണ്ടല്ലോ, ഈ കൊച്ചിക്ക് പുറത്തുള്ള പല ജില്ലകളിലും ഹരിതകർമ്മസേന കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന വേസ്റ്റ് വരെ അവരൊരു മൂലക്കിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. 50 രൂപ കൊടുത്ത് കത്തിക്കാൻ ഇവർക്ക് കൊടുക്കുന്നതിലും അത് ഇവിടെ ഇട്ട് കത്തിക്കാൻ പാടില്ലേ? നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ മര്യാദയ്ക്ക് പ്രോസസ് ചെയ്യുന്നില്ല. നിങ്ങളൊരു സംഗതി ചെയ്യുന്നില്ല. ഒരു കാനയിലുള്ള ചെളി നിങ്ങൾ മാറ്റിയിട്ടില്ല. ഒരു വേസ്റ്റ് ഊരി കളഞ്ഞിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്നത് ഒരു 50% പൂർത്തിയായിട്ടുള്ളൂ. മഴ വരുമ്പോഴല്ല കാനക്കിട്ട് മാന്താൻ നിൽക്കണ്ടേ. എത്ര നാൾ ഇവിടെ ചൂടുകൊണ്ട് ആൾക്കാർ പൊരിഞ്ഞ സമയം ഉണ്ടായിരുന്നു. കേരളത്തിൽ എപ്പോഴൊക്കെ മഴ വരുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കേരളത്തിന്റെ കാലാവസ്ഥ ഈ രീതിയിൽ മാറിയിട്ട് എത്ര നാളായി? മേയർ പറയാണ് ചാനലുകാര് എന്താണ് കേരളത്തിനെ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒരു ഫെയിൽഡ് സ്റ്റേറ്റിനെ പിന്നെ എങ്ങനെ അവതരിപ്പിക്കണം? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ചെന്നൈയില് ഫ്ലഡ് വന്നല്ലോ, അപ്പുറത്ത് ഫ്ലഡ് വന്നല്ലോ, ഇപ്പുറത്ത് ഫ്ലഡ് വന്നല്ലോ. എന്താ ഇത്രയും നാളും നിങ്ങൾ പറഞ്ഞത് വികസനത്തിന് നിങ്ങൾ എന്തോ ഭയങ്കര അപ്പുറത്തെ സംഭവമാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണല്ലോ. അപ്പൊ ഈ ചെന്നൈയിലെ പോലെയൊക്കെ തന്നെയാണ് നിങ്ങൾ. കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. അത് തന്നെയല്ലേ നിങ്ങളിപ്പോ സമ്മതിക്കുന്നത്. നിങ്ങൾ ആൾക്കാരെ പഴി പറയുമ്പോഴെല്ലാം ചിന്തിക്കണം, ആൾക്കാർ എന്ത് വേണം? നിങ്ങൾ ഇതൊന്നും എടുക്കാൻ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് വേണം? ഇവിടെ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും മീൻമുള്ള ആയിക്കോട്ടെ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഡംപ് ചെയ്യാനേ പറ്റൂ. വേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഡംപ് ചെയ്യാനേ പറ്റൂ. ഒരു മനുഷ്യനും അതെടുത്ത് വായിക്കാത്ത വയ്ക്കാനോ തലയ്ക്കാത്തോ ചുമന്നുകൊണ്ട് നടക്കാനോ പറ്റില്ല. നിങ്ങളത് കൃത്യമായിട്ട് പ്രോസസ് ചെയ്തില്ലെങ്കിൽ എടുക്കാനുള്ള ഒരു സംവിധാനം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ പറ്റില്ല. ഇവിടെ അടിച്ചു വരാൻ ഈ സ്വീപ്പേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കാന ക്ലീൻ ആക്കാൻ നിൽക്കുന്ന എത്ര പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് കുറെ വർഷങ്ങളായിട്ട്? അവരൊന്നും ഇല്ല. അവരെ ഒന്നും ഇവര് പണിക്കെടുക്കുന്നില്ല. ഒരു സക്കിംഗ് മെഷീൻ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 2023 ഒരെണ്ണം ഇനോഗ്രേറ്റ് ചെയ്തിരുന്നു. മേയറും MP രാജേഷ് മന്ത്രിയൊക്കെ ചേർന്നിട്ട് 9 കോടി രൂപ മുടക്കിയിട്ട്. അത് ഭരണത്തിരിക്കുക. അത് കേടായി. 1 വർഷം 6 മാസം പോലും മര്യാദക്ക് വർക്ക് ചെയ്തിട്ടില്ല. അത് കേടായി. എന്നിട്ട് അതിപ്പോ നന്നാക്കാൻ കൊടുത്തിരിക്കാണ്ട് വേറെ മേടിക്കാൻ പോവുകയാണ്. സാധാരണ ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ലെന്ന് കരുതി അവരെ പറയുന്നതിന് ഒരു പരിധി വേണം. ഈ വനിതാ വിനീത ഏരിയയിലൊക്കെ താമസിക്കുന്ന എന്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്. അവരൊക്കെ അരക്കൊപ്പം വെള്ളത്തിലാണ് ഇന്നലെ മുഴുവൻ നീന്തി നടന്നത്. ആരുടെ കുഴപ്പമെന്നാ പറയുന്നേ? വേസ്റ്റ് ഓരോ സ്ഥലത്ത് വന്ന് അടഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് ക്ലീൻ ചെയ്യുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ചെളി വാരി കളഞ്ഞില്ല? നിങ്ങൾക്ക് ഇവിടെ എന്താ പണി? പ്രതിപക്ഷം ചോദിക്കുന്നില്ല എന്ന് പറയുന്നത്. പ്രതിപക്ഷം ചോദിക്കുന്നില്ല, ശരിയാണ്. പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ കല്ലെറിയാനും അതുപോലെ നിങ്ങളെ പോലെ ഭീഷണിപ്പെടുത്താനും കത്തിക്കാനും ഒക്കെയുള്ള ആ ഒരു അഹിംസ ഭാഗത്തിൽ അവർ നടന്നുപോയി. അതുകൊണ്ട് അവർക്ക് ഇത്രേ പറ്റുന്നുള്ളൂ എന്ന് കരുതിക്കൊണ്ട് എല്ലാരും മിണ്ടാതിരിക്കുമെന്ന് കരുതരുത്. നിങ്ങൾ ക്യാപ്സൂള് വിഴുങ്ങിക്കോ, നിങ്ങൾ ക്യാപ്സൂള് തുപ്പിക്കോ, അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കണം. ഇപ്പൊ ഈ മേയറുടെ ഇതിന്റെ താഴെ വന്നിട്ട് ആൾക്കാര് ബാധിക്കപ്പെട്ട ഓരോരുത്തരും കമന്റ് ചെയ്യുമ്പോ അവിടെ വന്നിട്ട് അടിമക്കമ്മികൾ പറയാണ്, സഖാവേ നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, കഴുതകള് കാമം കരഞ്ഞു തീർക്കുന്നു. അതേ കഴുത തന്നെയാ. നിങ്ങളെയൊക്കെ വോട്ടിട്ട് ജയിപ്പിച്ച് ഇങ്ങനെ വെള്ളത്തിൽ നീന്തി നടക്കുന്ന ഞങ്ങളെ പോലുള്ള ജനങ്ങൾ കഴുതകൾ തന്നെയാ. സമ്മതിച്ചു. അതിന്റെ അപ്പുറത്തേക്ക് ഇനി കേരളം എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ്, അങ്ങ് അപ്ഡേറ്റഡ് സ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾ പറയരുത്. ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. നിങ്ങൾ എല്ലാവരും കൂടെ അത് അങ്ങനെ ആക്കി. കൊച്ചി മുങ്ങുന്നുണ്ട്, ട്രിവാൻഡ്രം മുതൽ ഇങ്ങ് അറ്റം വരെ മുങ്ങിക്കൊണ്ടായിരിക്കുന്നത്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അതൊക്കെ മഴ ഒന്ന് നിന്നു കഴിഞ്ഞാൽ അതൊക്കെ വറ്റി പോകുന്നത് പണ്ട് കാർന്നോമാര് ചെയ്ത പുണ്യം. ഇവിടെ പിന്നെയും പ്രളയം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? നിങ്ങൾ വീണ്ടും അതിന്റെ പേരിൽ പിരിക്കും. കുറെ പേര് അവിടെ കിടക്കും ഇവിടെ കിടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം പഴയ പോലെ ശരിയാവും. എന്നിട്ട് നിങ്ങൾ എന്ത് പറയും? അടുത്ത മഴയ്ക്ക് ഞങ്ങൾ ഇതൊക്കെ ക്ലീൻ ചെയ്തോളാം. വർഷം കുറെ ആയി കാണുന്നു, മഴ ഇങ്ങനെ വരുന്നുണ്ട്, ഞങ്ങളെല്ലാം ഇങ്ങനെ നീന്തി നടക്കുന്നുണ്ട്. പുതുതായിട്ട് എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇനി മേലാൽ ജനങ്ങൾ ഇവിടെ മനഃപൂർവ്വം കാനയിൽ കൊണ്ടിട്ടു എന്നുള്ള രീതിയിൽ മേയർ സംസാരിച്ചാൽ പ്രതിപക്ഷമൊന്നും പുറത്തിറങ്ങില്ല. പക്ഷെ ഞങ്ങളെ പോലെ വെള്ളത്തിൽ നീന്തി നടക്കാൻ മതിയായ ആൾക്കാർ കുറച്ചു പേരിനി പുറത്തിറങ്ങും. എന്നിട്ട് ഈ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ഒന്നെങ്കിൽ മേയറുടെ വീട്ടില് അല്ലെന്നുണ്ടെങ്കിൽ കോർപ്പറേഷന്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് പറയുമെന്നുള്ളത് ഞങ്ങൾക്ക് കാണണം. ഓക്കെ ഗൈസ്, ബൈ.